നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് മരുന്ന് കാപ്പി, പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കായ മരുന്ന് കാപ്പി ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും മഴക്കാലത്താവട്ടെ, തണുപ്പ് കാലത്താവട്ടെ എല്ലാം അങ്ങനത്തെ നമ്മുടെ ശരീരത്തെ തണുപ്പ് ബാധിക്കുന്നത് കഫക്കെട്ട്, ചുമ, പനി, ജലദോഷം, വൈറൽ ഇൻഫെക്ഷൻസ് ഇവയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള കാലാവസ്ഥയിലും തീർച്ചയായിട്ടും നമുക്ക് ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കാണ് മരുന്ന് കാപ്പി എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചുക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം വേണം. കുരുമുളക് ഒരു 4 എണ്ണം വേണം. ഇത് ഞാൻ ഒരു കപ്പ് കാപ്പിക്കുള്ളതാണ് പറയുന്നത്. ഒരു 200 മാക്സിമം 250 ml കാപ്പിക്കുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട്, നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ട് ഇതിന്റെ ml കൂട്ടാവുന്നതാണ് കേട്ടോ. ചുക്ക് ചെറിയ കഷ്ണം എടുക്കാം. ഒരു 3 കുരുമുളക് എടുക്കാം. അതുപോലെ തിപ്പല്ലി വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു കഷ്ണം എടുക്കാം. ഇല്ലാത്തൊരു അത് എടുക്കണ്ട. അതുപോലെ തന്നെ മല്ലി ഒരു 4-5 മല്ലി ചതച്ചത്, ഒരു 3 തുളസിയുടെ ഇല, ഏലക്കയുടെ കുരു പൊട്ടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് ശർക്കര. ഇത്രയുമാണ് നമ്മൾക്ക് ഈ ഒരു മരുന്ന് കാപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യം എന്നുള്ളത്. അപ്പം ഇത് എത്ര ഏജ് മുതൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 വയസ്സ് മുതൽ ഒക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. എത്ര വയസ്സ് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദിവസം 1 കപ്പിൽ കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മരുന്ന് കാപ്പിയാണെന്നും പറഞ്ഞ് 2-3 നേരം കഴിക്കാതെ 1 നേരം മാത്രം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കാപ്പിപ്പൊടി ഇതിൻ്റെ അകത്ത് വേണം. സാധാരണ കാപ്പി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കാപ്പിപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതിന് കൂടെ തന്നെ ഞാൻ മേലെ പറഞ്ഞ ചുക്കും കുരുമുളകും മല്ലിയും തുളസിയും ഏലക്കയും ഒക്കെ നമുക്ക് ചതച്ചിടാം. അത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവസാനം ഇത് വാങ്ങിയ ശേഷം അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പിഴിഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ അരിച്ച് കാപ്പി മാത്രമാക്കി എടുക്കാം. അതിൻ്റെ കൂടെ ശർക്കര ചേർത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ശർക്കര ചേർത്താൽ വളരെ കുഴപ്പമില്ല, കഴിക്കാൻ നല്ലതാണല്ലോ. ഇനി നിങ്ങൾക്കിപ്പോൾ നല്ലൊരു പനി അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, തൊണ്ടവേദനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കഴിക്കാം. അല്ല, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പനിയുണ്ട്, ചുമയുണ്ട്, തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പുളി, കുടംപുളി അല്ലെങ്കിൽ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന കുടംപുളി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ചൊരു ചെറിയ കഷ്ണം ഇട്ടിട്ട് അതും കൂടെ തിളപ്പിക്കുന്നത് നല്ലതാണ്. ഇതാണ് എക്സാക്റ്റ് മരുന്ന് കാപ്പി എന്നുള്ളത്. വളരെ ഗുണപ്രദമാണ്. ഡെയിലി നമുക്ക് വിന്റർ സീസണിലോ അല്ലെങ്കിൽ മൺസൂൺ സീസണിലോ ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക്, നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരുത്താത്തതാണ്, ഗുണങ്ങൾ മാത്രം തരുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.